ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എജ്യൂക്വിസ്റ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൈത്തൺ ലാബ് റെക്കോർഡിനകത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്താണ് വെദർ എ നമ്പർ ഈസ് പ്രൈം ഓർ നോട്ട്. നമുക്ക് യൂസറിൻ്റെ അടുത്ത് നിന്ന് ഇൻപുട്ട് എടുക്കുന്ന സമയത്ത് ആ നമ്പർ പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന കോഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ലൈൻ ബൈ ലൈനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പൈത്തണിൽ എങ്ങനെയാണ് ഒരു കോഡ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഇതിന് മുന്നേ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ആദ്യം അത് പോയി കാണുക, എന്നിട്ട് മാത്രം ഇത് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഫയൽ ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ യൂസറിൻ്റെ അടുത്ത് നിന്ന് ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലൈൻ ചെയ്യുവാണ്. അതായത് ഇൻപുട്ട് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് ആ ഇൻപുട്ട് എടുക്കുന്ന വാല്യൂവിനെ ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റ് എന്ന് പറയുന്ന കീവേഡും യൂസ് ചെയ്തിട്ട് നമ്മൾ യൂസറിൻ്റെ അടുത്ത് നിന്ന് ഇൻപുട്ട് എടുത്തു. ആൻഡ് നമ്മൾ ആ കിട്ടുന്ന യൂസർ ഇൻപുട്ടിനെ എൻ എന്ന് പറയുന്ന വേരിയബിളിലോട്ടും സ്റ്റോർ ചെയ്തു. അതാണ് കൊടുത്തേക്കുന്നത് n = ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ എ നമ്പർ. യൂസർ കൊടുക്കുന്ന നമ്പർ ഇൻപുട്ടായിട്ട് ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്ത് n എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോറായി വന്നോളും. ഇനിയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് യൂസർ കൊടുത്ത വാല്യൂ പ്രൈം ആണോ അല്ലയോ എന്നുള്ളത്. അതിനു മുന്നേ നമുക്ക് കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അതായത് പ്രൈം എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു നമ്പറിനെ ആ നമ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ 1 വെച്ചിട്ടോ മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഒരു നമ്പർ പ്രൈം നമ്പർ ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ നമ്പറിനെ വേറൊരു നമ്പർ വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 4 എന്ന് പറയുന്ന നമ്പർ എടുത്തു. 4 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 1 വെച്ച് ഡിവൈഡ് ചെയ്യാം, 4 വെച്ച് ഡിവൈഡ് ചെയ്യാം, അതുപോലെ 2 വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്തല്ല, ഒരു പ്രൈം നമ്പർ അല്ല. അതുപോലെ നമുക്ക് എക്സാമ്പിളായിട്ട് ഇപ്പോൾ 5 എന്ന് പറയുന്ന നമ്പർ എടുത്തു. 5നെ നമുക്ക് 5 വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാം, 1 വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാം, വേറൊരു നമ്പർ വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരം നമ്പേഴ്സാണ് നമ്മുടെ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, 1 എന്ന് പറയുന്ന ഒരു നമ്പർ പ്രൈം നമ്പർ അല്ല എന്ന് നമുക്ക് കൺക്ലൂഷനിലോട്ട് എത്താൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ലൈനിൽ ഇങ്ങനെ കൊടുത്തേക്കുന്നത്, യൂസർ നൽകിയിട്ടുള്ള ആ നമ്പർ 1 അതിനേക്കാളും ലെസ്സറോ ആണെങ്കിൽ, അതായത് നെഗറ്റീവ് നമ്പറുകളാണെന്നുണ്ടെങ്കിൽ അത് പ്രൈം നമ്പർ അല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, ഇറ്റ്സ് നോട്ട് എ പ്രൈം നമ്പർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ്, കണ്ടീഷനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുവാണ്. യൂസർ നൽകിയിട്ടുള്ള ഇൻപുട്ട് നമുക്കറിയാം n എന്ന് പറയുന്ന വേരിയബിളാണ് കിടക്കുന്നത്. നമ്മൾ ചെക്ക് ചെയ്യുവാണ്, ഇഫ് n << 1 1നേക്കാളും ലെസ്സറാണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ എന്നുള്ളതും ചെക്ക് ചെയ്തു. അത് ഏതെങ്കിലും കേസ് ട്രൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പ്രിൻറ്റ് ചെയ്ത് വരും, ഇറ്റ്സ് നോട്ട് എ പ്രൈം നമ്പർ എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ആ തേർഡ് ലൈൻ നിങ്ങൾക്ക് കാണാം, പ്രിൻറ്റ് ആ ബ്രാക്കറ്റിനകത്ത് n, എന്നിട്ടാണ് നമ്മൾ ഡബിൾ കോഡ്സ് ഓപ്പൺ ചെയ്തേക്കുന്നത്. അങ്ങനെ കൊടുക്കാൻ കാരണം നമ്മൾ ഈ ഡബിൾ കോഡ്സിന് പുറത്ത് n സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസർ എന്താണ് ഇൻപുട്ടായിട്ട് കൊടുത്തേക്കുന്നത് ആ വാല്യൂ അവിടെ അതുപോലെ പ്രിൻറ്റ് ചെയ്യും. ഇപ്പോൾ യൂസർ 5 ആണ് ഇൻപുട്ടായിട്ട് കൊടുത്തതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക 5 ഈസ് നോട്ട് എ പ്രൈം നമ്പർ എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഡബിൾ കോഡ്സിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്കാവില്ല, ഡബിൾ കോഡിന് പുറത്ത് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ 3 ലൈൻസ്. ഇനി നമ്മൾ എൽസ് പാർട്ട് ചെക്ക് ചെയ്യുവാണ്. അതായത് എന്നിൻ്റെ വാല്യൂ 1ഉം അല്ല, 1നേക്കാളും ലെസ്സറും അല്ല, വേറെ ഏതോ നമ്പറാണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യണം ആ നമ്പർ പ്രൈം ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എൽസ് പാർട്ട് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് നമ്മൾ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതായത് എന്നിൽ കിടക്കുന്ന വാല്യൂവിനെ നമുക്ക് ഓരോ നമ്പർ വെച്ചിട്ടും ഡിവൈഡ് ചെയ്തുകൊണ്ടേ പോകണം. അതായത് എന്നിപ്പോൾ 5 ആണെങ്കിൽ 5നെ നമുക്ക് ഡിവൈഡഡ് ബൈ 1, 5 ഡിവൈഡഡ് ബൈ 2, 5 ഡിവൈഡഡ് ബൈ 3, 4, 5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ നമ്പർ എത്രയാണോ അത്രയും വരെ ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്തു. for I in range എന്ന് പറഞ്ഞ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ബ്രാക്കറ്റിനകത്ത് 2, n എന്ന് പറഞ്ഞു കൊടുത്തു. n+ വേണ്ട, n മതി. 2 കൊടുക്കാൻ കാരണം നമ്മൾ ഓൾറെഡി 1ൻ്റെ കേസ് ചെക്ക് ചെയ്തതാണ്. ഇനി നമുക്ക് 2 മുതൽ ഡിവൈഡ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2 എന്ന് കൊടുത്തേക്കുന്നത്. n കൊടുക്കാൻ കാരണം എവിടം വരെയാണ് നമുക്ക് ലൂപ്പ് ചെയ്യേണ്ടത്, അതാണ് നമ്മുടെ n. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ, യൂസർ കൊടുത്തേക്കുന്ന വാല്യൂ 5 ആണെങ്കിൽ നമുക്ക് ആ 5 വരെ ഡിവിഷൻ ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ n എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ അതിനകത്ത് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. എന്നിനെ എപ്പോഴേലും ഐയുടെ വാല്യൂ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 0 കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളവിടെ ഈ കണ്ടീഷൻ വെച്ച് അടുത്ത ലൈനിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ നിങ്ങൾക്ക് എവിടെ ഫോർ ലൂപ്പിനകത്ത് ഐ കണ്ടു കഴിഞ്ഞാലും മനസ്സിലാക്കുക, ഐയുടെ വാല്യൂ ഒരിക്കലും ഒരൊറ്റ വാല്യൂ ആയിരിക്കില്ല, അത് മാറിക്കൊണ്ടേയിരിക്കും. അത് ലൂപ്പിനകത്തത് 1 ആയിരിക്കും, പിന്നെ 2 ആയിരിക്കും, പിന്നെ 3 ആയിരിക്കും, 4 ആയിരിക്കും. ഐയുടെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുവാണ് എന്നിൻ്റെ വാല്യൂവിന് ഐയുടെ വാല്യൂ ഓരോ തവണ മാറിക്കൊണ്ടിരിക്കുമ്പോഴും എപ്പോഴേലും റിമൈൻഡർ 0 കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ നമുക്കറിയാം എപ്പോഴേലും 0 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തല്ല, പ്രൈം അല്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം ഒരിക്കലും നമ്മൾ കൊടുത്തേക്കുന്ന ആ ഒരു ഇൻപുട്ടിന് വേറെ ഏതെങ്കിലും നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രൈം അല്ല, അത് പ്രൈം അല്ലാത്തൊരു നമ്പറാണ്. അപ്പോൾ നമ്മളതിൻ്റെ പ്രിൻറ്റ് പാർട്ടിൽ കൊടുത്തു n ഈസ് നോട്ട് എ പ്രൈം നമ്പർ. അപ്പോൾ 5 ആണെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് വരും 5 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. എന്നിട്ട് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ബ്രേക്ക് എന്തിനാണ്? എപ്പോഴേലും നമ്മുടെ കണ്ടീഷൻ ഫോൾസ് ആയി വന്നു കഴിഞ്ഞാൽ അതിൽ ആ ഒരു ലൂപ്പിൽ നിന്നും ടെർമിനേറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറപ്പിക്കാം യൂസർ നൽകിയേക്കുന്ന ഇൻപുട്ട് പ്രൈം ആണ് എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് കൊടുത്തു? എൽസ് പാർട്ട് പിന്നെയും ഓപ്പൺ ചെയ്തു. അതിനകത്ത് നമ്മൾ കൊടുത്തു ഇറ്റ്സ് എ പ്രൈം നമ്പർ. അതായത് നമ്മുടെ എന്നിൻ്റെ വാല്യൂ 1 അല്ല, 1നേക്കാളും ലെസ്സറും അല്ല. എന്നിനെ വെച്ച് ബാക്കി നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിമൈൻഡർ 0 അല്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ നമ്പർ എന്തായിരിക്കും? പ്രൈം നമ്പർ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ആദ്യം എന്താണ് പ്രൈം നമ്പർ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഓരോ ലൈനും നിങ്ങൾ പണ്ടേക്ക് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ച പോലെ ഓരോ ലൈനും നിങ്ങൾ അർത്ഥം വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ തന്നെ നമുക്കത് ഓരോ ലാംഗ്വേജും പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓരോ ലൈനും എന്തിനാണ് യൂസ് ചെയ്തേക്കുന്നത് മനസ്സിലാക്കുക. ഓരോ വേരിയബിൾസ് ഇപ്പോൾ ഐ എന്ന് പറയുമ്പോൾ എൻ എന്ന് പറയുമ്പോൾ അതൊക്കെ എന്തിനാണ് യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക.